സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ വാത്സല്യമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃഭൃത്യന്മാരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്തൃദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷത്തോടെ ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം തിരുവെഴുത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ ആലോചനകൾ പെറുക്കിയെടുത്ത് എന്നെ കേൾക്കാൻ താല്പര്യം കാണിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്കുള്ള ദൂതായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിത്ത് പാകുന്നത് പോലെ പാകുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വചന കേൾവിക്ക് വേണ്ടി താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനമറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായ വേദവാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ വളരെ പരിചിതമായിരിക്കുന്നൊരു വാക്യം. ആ വാക്യത്തിലെ ഒരു വാക്ക് മാത്രം എടുത്ത് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആത്മീക ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുകയാണ്. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണേ, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. വിശ്വപ്രസിദ്ധമായ ആത്മീക ഗോളത്തിനകത്ത് വിപ്ലവാത്മകമായിരിക്കുന്ന കുലുക്കം സൃഷ്ടിച്ചൊരു വാചകമാണ്. സാധാരണക്കാരനായി പിന്നാമ്പുറ അഡ്രസ്സുകളൊന്നുമില്ലാത്ത എവിടെ നിന്നോ കയറി വന്ന ഒരു പരുക്കനായിരിക്കുന്ന മനുഷ്യൻ ഇസ്രായേലിൻ്റെ കൊട്ടാരത്തിനകത്ത് കയറി രാജധാനിയിൽ വാണരുളുന്ന രാജാവിൻ്റെ മുഖത്ത് നോക്കി നെഞ്ചത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട്, ഇനി ഞാൻ പറഞ്ഞല്ലാതെ നിന്റെ രാജ്യത്ത് മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞത് ബാലരമക്കഥ പോലെ തള്ളാൻ പറ്റില്ല. ഒരു രാജാവിനോട്, ആഹാബ് എന്ന രാജാവിനോട് ഈ കാര്യം പറഞ്ഞിട്ട് ഏലിയാവ് പിന്നെയും ജീവിച്ചിരുന്നു എന്നുള്ളത് ഒരു അത്ഭുതകരമല്ലേ? ചിന്തിക്കുന്നവർക്ക് മഹാദൈവത്തിൻ്റെ കൃപയാൽ ഇതൊക്കെ സംഭവിച്ചു. ഇതാണ് ബൈബിൾ, ഇതാണ് ദൈവം, ഇതാണ് ദൈവം ഉപയോഗിക്കുന്നവരുടെ പ്രത്യേകത. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം എൻ്റെ കേൾവിക്കാർക്ക് സുപരിചിതമാണ്. ഈ ചരിത്രവും ചരിത്ര സംഭവങ്ങളെല്ലാം നമുക്ക് അപരിചിതമല്ല, വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊന്നും എടുക്കാതെ ആദ്യത്തെ വാക്ക് മാത്രം ഞാൻ പറയട്ടെ. 17-ാം അധ്യായം തുടങ്ങുന്നത് കണ്ടോ? എന്നാൽ എന്നൊരു വാക്കോടുകൂടെയാണ് ഇന്നത്തെ ഈ കർത്തൃദിന ചിന്തയ്ക്ക് ഒരൊറ്റ വാക്ക് ധാരാളം മതിയെന്ന എൻ്റെ ഹൃദയത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഏത്? 17-ാം അധ്യായം തുടങ്ങുന്ന എന്നാൽ എന്ന വാക്ക്. ബൈബിളിലെ ഒരു വാചകം പോലും അവിചാരിതമായിട്ടോ അനാവശ്യമായിട്ടോ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ അധ്യായം ആരംഭിക്കുന്നത് എന്നാൽ എന്നൊരു വാക്കോടുകൂടെ. ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയില്ലാത്തതാണ്, പക്ഷെ ഇന്ന് ദൈവവചനം വായിച്ചപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടു. അതെൻ്റെ ശ്രദ്ധയിൽ. എന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക. സംഭാഷണ ശൈലിക്കകത്ത് ഇങ്ങനെയുള്ള പദങ്ങൾക്ക് വളരെ പ്രാധാന്യതയുണ്ട്, വളരെ പ്രാധാന്യതയുണ്ട്. നമ്മളൊരു വീട്ടിലെ കുറിച്ച് പറയുക. ആ വീട്ടിലെ മൂത്ത ചെറുക്കൻ, അവനെ വിശ്വസിക്കാൻ കൊള്ളിയല്ല, അവനെ കൂടെ കൊണ്ടു നടക്കാൻ കൊള്ളിയല്ല, ഇങ്ങനെ ഒരു മെനകെട്ട ചെറുക്കൻ എന്ന് പറഞ്ഞ് വന്നിട്ട് പറയുക. എന്നാൽ ആ 2-ാമത്തെ കൊച്ചനുണ്ടല്ലോ, എന്നാൽ കേട്ടോ, എന്നാൽ ആ 2-ാമത്തെ കൊച്ചനുണ്ടല്ലോ, എന്ത് ആ വീട്ടിലാന്ന് പറയുക പോലും എന്ത് ഡീസൻ്റാണെന്നറിയാമോ? ഇടപെടാനൊക്കെ എന്ത് നല്ല കൊച്ചനാണെന്നറിയാമോ? എന്നാൽ എന്ന പദം അവിടെ വന്ന കണ്ടോ? എന്താ? ആദ്യം പറഞ്ഞ ചെറുക്കൻ പ്രശ്നക്കാരനാണ്, അവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളിയല്ല. പിന്നെ അടുത്തത് പറയാൻ പോവുക. അതിനു മുമ്പ് എന്നാൽ എന്ന് പറയുന്നത് മുമ്പിൽ പറഞ്ഞ ആ മൂത്തവൻ്റെ ജീവിതത്തിലെ സകല ചാവല്യങ്ങളെയും എന്നാലെന്ന വാക്കുകൊണ്ട് തട്ടി മാറ്റിയിട്ട് വേറൊരാളെ രംഗപ്രവേശനം ചെയ്യിപ്പിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ബൈബിളിനെ അടുത്തറിയുമ്പോൾ എത്ര സുന്ദരമാണ് ഇതിൻ്റെ അവതരണമെന്ന് പോലും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം പറയാം. 16-ാം അധ്യായം, ഈ 1 രാജാക്കന്മാർ 16-ാം അധ്യായം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണം. അവിടെ 16-ാം അധ്യായം മുഴുവൻ തകർച്ചയുടെ തല്ലിപ്പൊളിച്ച് കളയുന്ന അധ്യായം എന്ന് വേണേൽ പറയാം.
ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ചില പ്രത്യേകതകൾ ഞാൻ നിങ്ങളെ 16-ാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞു കേൾപ്പിക്കാം. 16-ാം അധ്യായത്തിൽ നമുക്ക് ഒരു സിമ്രി എന്ന രാജാവിനെ കാണാം, ഒമ്രി എന്ന മറ്റൊരു രാജാവിനെ കാണാം. ഇവരൊക്കെ വളരെ നാശം ചെയ്തവരാണ്. സിമ്രിയെക്കുറിച്ച് വായിക്കുന്നത് രാജധാനിയുടെ ഉൾമുറിയിൽ ചെന്നിട്ട് രാജധാനിക്ക് തീ വെച്ച് ആത്മഹത്യ ചെയ്ത രാജാവാണെന്നാണ്. 16-ാം അധ്യായത്തിലാണ്. ഒമ്രിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാൾ അധികം ദോഷം പ്രവർത്തിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹവും മരിച്ചു കഴിഞ്ഞപ്പോൾ പുറകെ വന്നത് ആഹാബാണ്. ആഹാബിനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ പറഞ്ഞു ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഇസ്രായേലിന് ചാബല്യങ്ങളും ദോഷപ്രവൃത്തികളും ചെയ്ത നീചനായ രാജാവ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് മറ്റൊരുത്തൻ യെരിഹോ പണിതു, അവൻ്റെ 2 സന്തതികൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ച് 16-ാം അധ്യായം ഒരു തകർച്ചയുടെ, നഷ്ടത്തിൻ്റെ, പ്രശ്നത്തിൻ്റെ, പ്രതിസന്ധിയുടെ, ദൈവകോപത്തിൻ്റെ, ആത്മഹത്യയുടെ, എന്ന് വേണ്ട, ആകെ ശാപത്തിൻ്റെ, ശിക്ഷാവധിയുടെ ഒക്കെ അധ്യായമാണ്. അങ്ങനെ 16-ാം അധ്യായം അങ്ങനെ കൊലച്ച് പഴുത്ത് ആകപ്പാടെ തകർന്ന് പ്രതീക്ഷ ഒട്ടുമില്ലാതെ നിൽക്കുന്ന ഒരു അധ്യായമാണ് 16-ാം അധ്യായം. ആ 16-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നാൽ എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് 17-ാം അധ്യായം ആരംഭിക്കുന്നത്. തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബനായ ഏലിയാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? 16-ാം അധ്യായത്തിൽ 1000 പ്രശ്നങ്ങളുണ്ടെങ്കിലും, പ്രശ്നമുണ്ടാക്കുന്ന ശക്തന്മാരുണ്ടെങ്കിലും, ദൈവത്തിനും ദൈവജനത്തിനും വിരോധമായി ദോഷം പ്രവർത്തിക്കുന്ന ദോഷൈക ദിക്കുകളായ ശക്തന്മാരും അധികായന്മാരും ഉണ്ടെങ്കിലും, സമുന്നതരായി വാഴേണ്ടവർ ആത്മഹത്യക്ക് വിധേയപ്പെട്ട് തീക്കരയായി ചാവേണ്ട വന്നാലും, ദൈവം പുരാതനമേ പറഞ്ഞിരുന്ന ശാപങ്ങൾ ഏറ്റുവാങ്ങി നോക്കുകുത്തികളെ പോലെ നിൽക്കേണ്ട സ്ഥിതികൾ 16-ാം അധ്യായത്തിൽ നേരിട്ടാലും, ആർക്കും പിടിച്ചുകെട്ടാൻ കഴിയാത്ത കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ഒരു രാജാവും രാജ്ഞിയും ഇസ്രായേലിൽ രംഗപ്രവേശനം ചെയ്താലും, ഇതൊക്കെ പ്രശ്നങ്ങളാണല്ലോ, ഇതെല്ലാം പ്രശ്നങ്ങളാണല്ലോ, നെഗറ്റീവാണല്ലോ. ഇത്രയൊക്കെ 16-ാം അധ്യായത്തിലുണ്ടെങ്കിലും 17-ാം അധ്യായം തുടങ്ങുന്നത് എങ്കിലും തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബനായ ഏലിയാവ് എന്ന് പറഞ്ഞാൽ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതാ ഒരുവൻ വരുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം മുമ്പിൽ വട്ടം കയറി നിന്ന് ദൈവത്തിൻ്റെ ആളായി താർക്കിക ശക്തിയോടെ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴയും ഉണ്ടാകില്ലെന്ന് പറയാൻ കരുത്തുള്ള ഒരുവനെ ദൈവം രംഗത്തിറക്കുന്നു. എന്നാൽ ഞാൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? നിങ്ങളിങ്ങനെ വിചാരിക്കുക, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ പിന്നാമ്പുറത്തും ഒരു 16-ാം അധ്യായം ഉണ്ടെന്ന് വിചാരിക്കട്ടെ. തകർച്ച, നഷ്ടം, കുറ്റബോധം, നിന്ദ, ഒറ്റപ്പെടൽ, രോഗം, പ്രയാസം, ആത്മഹത്യാ ടെൻഡൻസി, ദൈവകോപം, ശാപം, അതിൻ്റെ തിക്താനുഭവങ്ങൾ, നഷ്ടങ്ങൾ, ഇതെല്ലാം പേറിയ ഒരു 16-ാം അധ്യായം ഉണ്ടോ? അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടോ? പ്രാർത്ഥിച്ചാൽ പോലും കേൾക്കുന്നില്ല, എന്ത് ചെയ്താലും നഷ്ടം, എത്ര വട്ടം ശ്രമിച്ചാലും തോൽവി മാത്രം, ജയിക്കുന്ന വിഷയമേ ഇല്ല. നിരാശയിലേക്ക് കൂപ്പുകുത്തി കൈപ്പേറിയ അനുഭവത്തിലിരിക്കുന്ന ഒരു 16-ാം അധ്യായം, എല്ലാവരും ശത്രുക്കളെ പോലെ പെരുമാറുന്നൊരു വല്ലാത്ത പരിസ്ഥിതി. അങ്ങനെ ഒരു അധ്യായം ഉണ്ടെങ്കിൽ 17-ാം അധ്യായം. എന്നാൽ നിങ്ങൾ സൂക്ഷിച്ച് ക്രിസ്തീയ ജീവിതം നയിച്ചേ. 1000 വിഷയം നിങ്ങൾക്കുണ്ടെങ്കിലും, എൻ്റെ ജീവിതത്തിൽ കഷ്ടവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ വന്നു, പട്ടിണിയായി, മരിക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. എന്നാൽ ഞങ്ങളെ ഒരാൾ പ്രാർത്ഥനയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങളിനി എങ്ങോട്ടും പോകുന്നില്ല, ഞങ്ങളെല്ലാം അവസാനിപ്പിച്ചു, നാട് വിട്ടേക്കാം, പാസ്പോർട്ടും കീറിക്കളഞ്ഞിട്ട് തീർന്നേക്കാം എന്ന് എന്നാൽ എനിക്കൊരു ഫോൺ കോൾ വന്നു. എന്നെ ഒരാൾ വണ്ടിയെ കയറ്റി പ്രാർത്ഥനയ്ക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ കലിതുള്ളി വന്നാലും ഈ വേദപുസ്തകത്തിനകത്ത് ഇതുപോലത്തെ ചില അധ്യായങ്ങളുണ്ട്, 17 പോലത്തെ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഈ ദൂത് തരികയാണ്. ഇന്ന്
ഈ നവംബർ മാസത്തിൻ്റെ പകുതി കഴിഞ്ഞ സമയത്ത് ഈ ഞായറാഴ്ച ഒരുപാട് തലപൊട്ടുന്ന തലപുകയുന്ന വിഷയങ്ങളുമായി നിങ്ങൾ നൊമ്പരപ്പെടുമ്പോൾ ഇനി എന്നാ ചെയ്യാനാ എന്ന് വിചാരിച്ച് നിങ്ങളെ മിക്സിക്കകത്തിട്ട് കറക്കുന്നത് പോലെ കറക്കുമ്പോൾ, എന്നാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക, ഒരു നിവൃത്തിയില്ല, കിട്ടുന്ന വിലയ്ക്ക് വസ്തു വിറ്റേക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നു. എന്നാൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിൽക്കണ്ട, ഞാൻ ഇച്ചിരി പൈസ തരാം, ഇച്ചിരി സ്വർണം പണയം വയ്ക്കാം. അതൊക്കെയല്ലേ നടത്തിപ്പ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു ശുഭകരമായ നാന്ദി കുറിക്കാൻ, ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കാൻ നിങ്ങൾക്കും ദൈവം എന്തെങ്കിലും ചെയ്തു തരട്ടെ. ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി രംഗപ്രവേശനം ചെയ്യിപ്പിക്കട്ടെ. ഏതെങ്കിലും ഒരു ഏലിയാവ് നിനക്ക് വേണ്ടി സംസാരിക്കാൻ എഴുന്നേറ്റ് വരട്ടെ. ബാക്കിയൊക്കെ ദൈവം ചെയ്യും. ഇന്നിത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റി കാണും. ഇല്ലെങ്കിൽ ഒന്നോടെ കേട്ട് ഈ പുസ്തകം എടുത്തു വെച്ച് ഒന്നോടെ വായിച്ച് ഗ്രഹിച്ച് ശക്തിപ്പെടുക. ദൈവം ബാക്കി ചെയ്യും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നന്ദി. ദൈവത്തിൻ്റെ തിരുപാദപീഠത്തിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ അധ്യായത്തിൻ്റെ ആമുഖ വാക്കിൽ നിന്ന് ജനത്തോട് പറയാൻ ഒരു സന്ദേശം എനിക്ക് തന്ന ദൈവമേ, ഞാൻ ആത്മാർത്ഥമായി ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഒത്തിരി കഷ്ടം, പ്രയാസം, കടഭാരം, ആരും സഹായിക്കാനില്ലാത്ത വിധി, രോഗം പേറിക്കിടക്കുന്ന കഷ്ടത, ഇതിൻ്റെയൊക്കെ നടുവിൽ എന്നാൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു, എന്നാൽ ദൈവം എനിക്ക് വേണ്ടി ഒരാളെ അയച്ചു എന്ന് പറയാൻ ദൈവം തമ്പുരാനെ എന്തെങ്കിലും ഒരു വഴി ഒരുക്കിയേക്കണേ. ഇത് കേട്ട് വിശ്വസിക്കുന്നവർക്ക് അനുഭവിക്കാൻ പറ്റണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.